ഹരി ഓം. ഭാഗവതം 4-ാം സ്കന്ധം 26-ാം അധ്യായം. പുരഞ്ജനോപാഖ്യാനമാണ്. പുരഞ്ജനൻ നായാട്ടിന് പോകുന്നു. അത് കണ്ട് പുരഞ്ജനിക്ക് അത്ര ഇഷ്ടമാകുന്നില്ല. പുരഞ്ജനി കോപിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. 26 ശ്ലോകങ്ങളേ ഉള്ളൂ. ചെറിയ അധ്യായമാണ്. ഹരി ഓം. അഥ ഷഡ്വിംശതിതമോऽധ്യായ. നാരദ ഉവാച. സ ഏകദാ മഹേശ്വാസോ രഥം പഞ്ചാശ്വമാശുകം ദ്വിഷം ദ്വിചക്രമേകാക്ഷം ത്രിവേണും പഞ്ചബന്ധുരം. നാരദർ പറയുകയാണ്. കഥ പറയുന്നത് നാരദർ പറയുന്നതായിട്ടാണല്ലോ. അപ്പോൾ ഒരിക്കൽ 5 കുതിരകളെ പൂട്ടിയതും 2 ചാട്ടവാറ ദണ്ടുകളോടും വടിയോടും കൂടിയതും, പിന്നെ 2 ചക്രങ്ങളുള്ളതും, അതുപോലെ 1 അച്ചുതണ്ടോട് കൂടിയതും, 3 ഈ കൊടിമരങ്ങൾ ധ്വജങ്ങളുള്ളതും 5 കെട്ടുകളുള്ളതും, പിന്നെ അതിൻ്റെ അടുത്ത ശ്ലോകത്തിലും കൂടിയാണ് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത്. 1 കടിഞ്ഞാണോട് കൂടിയതും 1 തേരാളി, 1 സൂതനോട് ഉള്ളതും ആയ ഒരു ഉപവേശസ്ഥാനമുണ്ട്. ഒരാൾക്കൂടെ വേണമെങ്കിൽ ഇരിക്കാവുന്ന 2 യുഗബന്ധസ്ഥാനങ്ങളുള്ളതും, പിന്നെ അമ്പുകൾ അയക്കുവാൻ 5 സ്ഥാനങ്ങളുള്ളതും, അതുപോലെ 7 പുറം ആവരണങ്ങളോട് കൂടിയതും, 5 വിധമുള്ള ഗതിയുള്ളതും, അതുപോലെ ഒരു തേരിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. നിങ്ങളതൊന്നും മനസ്സിലാക്കേണ്ടത്. അതെല്ലാം ഓരോ തത്വങ്ങളാണ്. ആ തേരുകളുടെ എണ്ണവും ദണ്ടുകളുടെ എണ്ണവും കടിഞ്ഞാണുകൾ സൂതൻ ഒന്നേ ഉള്ളൂ. ഇതെല്ലാം ഓരോന്നിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അതെന്താണെന്നുള്ളത് അതിനകത്ത് ആന്തരിക അർത്ഥം വേറെയുണ്ട്. അത് നമ്മളിപ്പം തൽക്കാലം പഠിക്കേണ്ട. കാരണം അത് പഠിച്ചാലും നമ്മളുടെ മനസ്സിലൊന്നും നിൽക്കുകയില്ല. അതുകൊണ്ടത് വായിച്ചു പോവുക. പുരഞ്ജനോപാഖ്യാനം അശോക സാറിൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് നിങ്ങൾക്ക് നോക്കാമെന്ന്. മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ആ പുസ്തകമുണ്ട്. അത് വായിച്ചാൽ ആ പുരഞ്ജനോപാഖ്യാനം മുഴുവൻ കിട്ടും. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിതിനെ വേർതിരിച്ച് ഒരുപാട് പറയുന്നില്ല. കാരണം അതങ്ങ് വായിക്കാനൊന്ന് പഠിക്കുക. അത് ഉദ്ദേശിച്ചാൽ മതി. കാരണം പുരഞ്ജനോപാഖ്യാനമൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി നിങ്ങൾക്കത് വല്ലതും മനസ്സിലായി. ഓരോന്നിനും ഓരോ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ശ്രമിച്ചാലും അത് നമുക്ക് കിട്ടത്തില്ല. കിട്ടിയാലും അത് നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും, മറവിയിലാകും. അത് ഇതിലെല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ രഥം എന്ന് പറയുന്നതിനെ ഒന്ന് വിപുലീകരിച്ച് പറയുകയാണ് എങ്ങനെയുള്ള രഥമാണെന്ന്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാനൊന്ന് വായിക്കാം. സ ഏകദാ മഹേശ്വാസോ രഥം ആശുകം ദ്വിഷം ദ്വിചക്രമേകാക്ഷം ത്രിവേണും പഞ്ചബന്ധുരം ഏകരശ്മ്യേകദമനം ഏകനീടം ദ്വികൂബരം പഞ്ചപ്രഹരണം സപ്തപരോധം പഞ്ചവിക്രമം ഹൈമോപസ്കരമാരുഹ്യ സ്വർണവർമാക്ഷയേഷുധിഃ ഏകാദശമൂനാഥ പഞ്ചപ്രസ്ഥം അഗാദ്വനം. കിട്ടിയോ എല്ലാം? ഏകാദശ ചമൂനാഥനായി പഞ്ചപ്രസ്ഥം എന്ന വനത്തിലേക്ക് പോയി. അതാണ് തേരിൽ കയറി. എന്തിനാണ്? പുരഞ്ജനൻ നായാട്ടിന് പോകുന്ന കാര്യമാണ്. ആ നായാട്ടിന് പോകുന്ന രഥത്തിനെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അത്രയും മനസ്സിലാക്കുക. സ ഏകദാ മഹേശ്വാസോ രഥം പഞ്ചാശ്വമാശുകം ദ്വിഷം ദ്വിചക്രമേകാക്ഷം ത്രിവേണും പഞ്ചബന്ധുരം ഏകരശ്മ്യേകദമനം. അവിടെ നിർത്തണം. ഏകനീടം ദ്വികൂബരം പഞ്ചപ്രഹരണം സപ്തപരോധം പഞ്ചവിക്രമം. അത് സപ്ത വരെ നിർത്തേണ്ടത്. പക്ഷെ അതൊരു വാക്കായതുകൊണ്ട് പഞ്ചപ്രഹരണം സപ്തവരൂധം പഞ്ചവിക്രമം അങ്ങനെ വായിച്ചാലും മതി. ഹൈമോപസ്കരമാരുഹ്യ സ്വർണവർമാക്ഷയേഷുധിഃ ഏകാദശമൂനാഥ പഞ്ചപ്രസ്ഥം അഗാദ്വനം.
ചചാരമൃഗയാം തത്ര ദൃപ്താ തേഷു കാർമുകഃ വിഹായ ജായാമതദർഹാം മൃഗവ്യസന ലാലസഹ. കോമ ഇടേണ്ടടുത്ത് ഇട്ടോണം കേട്ടോ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് തിരിച്ച് വായിക്കാൻ സൗകര്യം ഉള്ള രീതിയിൽ. ചചാരമൃഗയാം തത്ര ദൃപ്ത ആത്തേഷു കാർമുകഃ വിഹായ ജായാമതദർഹാം മൃഗവ്യസനലാലസഃ. ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹ ന്യഹനൻ നിശിതൈർബാണൈർവനേഷു വനഗോചരാൻ. ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹ ന്യഹനൻ നിശിതൈർബാണൈർ ഒന്നിച്ചെഴുതിയിരിക്കുന്നേ നെഹനൻ നിശിതൈർബാണൈർ എന്നാക്കുക, അവിടെ നിർത്തുക. പിന്നെ വനേഷു വനഗോചരാന് ആസുര സ്വഭാവത്തോടെ വളരെ ഘോരരൂപിയായി ഒരൊട്ടും കരുണയില്ലാതെ വനത്തിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളെ വളരെ മൂർച്ചയുള്ള ബാണങ്ങൾ കൊണ്ട് എയ്തു. തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാ മേധ്യാൻ പശൂന്മനെ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യതേ. തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാ മേധ്യാൻ പശൂന്മനെ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യതേ. വളരെ ആസക്തനായ രാജാവ്, അത്യാസക്തനായ രാജാവ് വളരെ പ്രസിദ്ധമായ ശ്രാദ്ധാദികളിൽ മാത്രം വനത്തിൽ യജ്ഞാർഹങ്ങളായ മൃഗങ്ങളെ മാത്രം ഉപയോഗത്തെ മുൻനിർത്തി ഹനിക്കാമെന്ന് വിധിയുണ്ട്. ഈ രാജാക്കന്മാർക്ക് ഈ നമ്മുടെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം ചില യജ്ഞാർഹങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടി ചില മൃഗങ്ങളെ, അത് മൃഗങ്ങൾക്ക് എണ്ണമുണ്ട്, പേരുണ്ട്, അത് എത്ര എണ്ണത്തിനെ കൊല്ലാമെന്നുണ്ട്, അത് എങ്ങനെ കൊല്ലണമെന്നുണ്ട്, അതൊക്കെ നിയമമാണ്. അങ്ങനെ ഉപയോഗിക്കാമെന്ന് നേരത്തെ എന്നുവെച്ചാൽ ഹനിക്കാമെന്ന്, അതായത് ഹത്യ ചെയ്യാമെന്ന് വിധിയുണ്ട്. അന്യഥാ യേവം കർമ്മനിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യതേ. യേവം കർമ്മനിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യതേ. കർമ്മം നിയതമല്ല, അത് എന്താണെന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ജ്ഞാനത്തോടെ വേണ്ടത് മാത്രം ചെയ്യുക എന്ന ബോധത്തോടെ വളരെ വിവേകപൂർവം പ്രവർത്തിക്കുന്ന വ്യക്തി ആ ഒരു കർമ്മത്തിൽ ആസക്തനായി തീരുകയില്ല. ഉണ്ടോ? അത് എങ്ങനെ വേണമെന്നുണ്ട്, കർമ്മം എങ്ങനെയും ചെയ്യാം എന്നില്ല, കർമ്മത്തിന് നിയമങ്ങളുണ്ട്. അപ്പം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അത് വിവേകപൂർവം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കർമ്മത്തിൽ ആസക്തനാകുകയില്ല. ആ കർമ്മം എന്ന് പറയുന്നതിലോട്ടങ്ങ് നമ്മൾ പറയാറില്ലേ വർക്ക് ഹോളിക്ക് അങ്ങനെ ആകുകയില്ല. നമ്മുടെ വർക്ക് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, ആ ചെയ്യുന്ന നിയമം അനുസരിച്ച് ചെയ്യുക. അതിനോടങ്ങ് അതുമായിട്ടതങ്ങ് ഒരുപാട് നമ്മൾ ഇതാകരുത് എന്ന്, അതിനോടങ്ങ് ഒരുപാട് ആസക്തിയാകരുതെന്ന് കർമ്മത്തിനോട്. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യതേ ഗുണപ്രവാഹ പതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യഥഃ. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യതേ ഗുണപ്രവാഹ പതിതോ നഷ്ടപ്രജ്ഞ വ്രജത്യഥഃ. അതുപോലെ അഹങ്കരിച്ച് കർമ്മം ചെയ്യുന്നവൻ എന്താണെങ്കിലും ആ കർമ്മവുമായിട്ട് ബന്ധപ്പെടും എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥനാകും. ആ കർമ്മത്തിൽ നമ്മൾ ബദ്ധനാകും, നമ്മളെ കയറുകൊണ്ട് കെട്ടിയിട്ടവനാകും ആ കർമ്മത്തിൽ. അഹങ്കരിച്ച് കർമ്മം ചെയ്യുന്നവൻ അവൻ സംസാര ഈ പ്രവാഹത്തിൽ ഇനി നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ പതിച്ച് വിവേകം ഒട്ടുമില്ലാതെ അങ്ങേയറ്റം അധപ്പതിക്കും. ആ കർമ്മത്തിനോടുള്ള ഇഷ്ടം അങ്ങ് ഒരുപാടായിക്കഴിഞ്ഞാൽ, അതായത് ആസക്തി ആയിക്കഴിഞ്ഞാൽ അത് അധപ്പതിക്കും. തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാജൈശിലീമുഖൈഃ വിപ്ലവോ ഭൂദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം. തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാജൈശിലീമുഖൈഃ വിപ്ലവോ ഭൂദുഃഖിതാനാം
ദുസ്സഹ കരുണാത്മനാം. അവിടെ ഒരുപാട് വിചിത്രങ്ങളായ ആ ബാണങ്ങൾ കൊണ്ട് ശരീരം തകർന്ന് ദുഃഖിക്കുന്ന വിഷമിക്കുന്ന മൃഗങ്ങൾ വളരെയേറെ, മൃഗങ്ങൾക്ക് ഒരുപാട് നാശമുണ്ടായി. ഇതിനകത്തങ്ങ് അത്യാസക്തനായിട്ടാണെന്നാണ് പറഞ്ഞത്, ആദ്യമേ തന്നെ പറഞ്ഞത്. പലരും അതിൽ പരിതപിച്ചു, വളരെയധികം ദുഃഖിച്ചു ഈ കാര്യത്തിൽ, ഈ ചെയ്ത കാര്യം കണ്ടിട്ട്. ഇയാൾ ഇങ്ങനെയാണല്ലോ കാണിക്കുന്നതെന്ന്. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാനന്യാംശ വിവിധാൻ വിനിഘ്നൻ ശ്രമമധ്യഗാത്. ഒന്നുകൂടെ വായിക്കാം. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാനന്യാംശ വിവിധാൻ വിനിഘ്നൻ ശ്രമമധ്യഗാത്. അത് പേരുകളാണ്. ശശാൻ മാനുകൾ, പന്നികൾ, പോത്തുകൾ, ഗവയങ്ങൾ, രുരുക്കൾ, പിന്നെ ശല്യകങ്ങൾ തുടങ്ങിയ യജ്ഞാർഹങ്ങളും അല്ലാത്തതുമായ, യജ്ഞത്തിന് അർഹമായതുകൊണ്ട് ഈ ആടിനെ പണ്ടും യജ്ഞത്തിന് എടുക്കാറുണ്ടായിരുന്നു, അശ്വങ്ങളെയും എടുക്കാറുണ്ട്. അതല്ലാതെ യജ്ഞാർഹങ്ങളല്ലാത്തതായ പലതരം മൃഗങ്ങളെയും വേട്ടയാടി അദ്ദേഹം വേട്ടയാടുമ്പോൾ എന്താ ക്ഷീണിക്കും, അദ്ദേഹം തന്നെ ക്ഷീണിച്ചു, തൻ്റെ കർമ്മം കൊണ്ട് തന്നെ താൻ ക്ഷീണിച്ചു. തദക്ഷുതൃഡ് പരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേയിവാൻ കൃതസ്നാനോചിതാഹാരഃ സംവിവേശ ഗതക്ലമഃ. തദക്ഷുതൃഡ് പരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേയിവാൻ കൃതസ്നാനോചിതാഹാരഃ സംവിവേശ ഗതക്ലമഃ. പിന്നെന്താ, ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് വളരെയധികം ക്ഷീണിതനായിട്ട് തിരിച്ച് വീട്ടിലെത്തി. കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് എന്താ ചെയ്യുന്നത്, അടുത്തത് ഉറങ്ങാൻ കിടന്നു. കിടക്കയെ ശരണം പ്രാപിച്ചു. ആത്മാനമർഹയാൻ ചക്രേ ധൂപാലേപ സ്രഗാദിഭിഃ സാധ്വലങ്കൃത സർവാംഗോ മഹിഷ്യാം ആദധേ മനഃ. ആത്മാനമർഹയാൻ ചക്രേ, അത് ശ്രദ്ധിച്ച് വായിക്കണം ആ വാക്ക്. ആത്മാനമർഹയാൻ ചക്രേ ധൂപ ആലേപ സ്രഗാദിഭിഃ സാധ്വലങ്കൃത സർവാംഗോ മഹിഷ്യാമദധേ മനഃ. ധൂപം, അതുപോലെ സുഗന്ധപൂർണമായ കുറിക്കൂട്ട്, മാല മുതലായത് കൊണ്ട് തന്നെ അലങ്കരിച്ചു. ഇങ്ങനെ അലങ്കാരങ്ങളെല്ലാം വേണ്ടവിധം ചെയ്തു. അപ്പോഴാണ് പത്നിയെപ്പറ്റി ചിന്തിച്ചു. സാധു അലങ്കൃത സർവാംഗോ മഹിഷ്യാം ആദധേ മനഃ. മഹിഷിയെക്കുറിച്ച്, മഹിഷി എന്ന് പറഞ്ഞാൽ പട്ടമഹിഷി എന്ന് പറയല് ഭാര്യ, പത്നി, രാജപത്നിയെക്കുറിച്ച് ചിന്തിച്ചു. തൃപ്തോ ഹൃഷ്ട സുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസഃ നവ്യജഷ്ട വരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം. തൃപ്തോ ഹൃഷ്ട സുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസഃ നവ്യജഷ്ട വരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം. വളരെയധികം സംതൃപ്തനും വളരെ സന്തുഷ്ടരും അതുപോലെ തന്നെ ഭാര്യയോടുള്ള ആ ഒരു കാമാസക്തിയും ഒക്കെ കൊണ്ട് പുരഞ്ജനൻ ഗൃഹനാഥയും സുന്ദരിയുമായ പത്നിയെ അവിടെ കണ്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പത്നിയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് അവിടെ കണ്ടില്ല. അന്തഃപുര സ്ത്രീയോ പൃച്ഛത്, നാക്കുക, അന്തഃപുര സ്ത്രീയോ പൃച്ഛത് വിമന ഇവ വേദിഷത് അപിവ കുശലം രാമാഃ സേശ്വരീണാം യഥാപുരാ. അന്തഃപുര സ്ത്രീയോ പൃച്ഛത് വിമന ഇവ വേദിഷത് അപിവ കുശലം രാമാഃ സേശ്വരീണാം. സ ഈശ്വരിയാണ്. സേശ്വരീണാം യഥാപുരാ. പ്രാചീന ബർഹിസിനോട് പറഞ്ഞു കൊടുക്കുന്ന നാരദർ പുരഞ്ജനൻ പത്നിയുടെ കാണാതിൻ്റെ വിയോഗത്താൽ അസന്തുഷ്ടനെ പോലെയായി. പത്നിയുടെ തോഴികളായ സ്ത്രീകളോട് ചോദിച്ചു, അല്ലയോ സുന്ദരിമാരെ, നിങ്ങളുടെ സ്വാമിനിക്ക് നിങ്ങൾക്കും നേരത്തെ പോലെ തന്നെ സന്തോഷമല്ലേ എന്ന് പത്നിയുടെ തോഴിമാരോട് അവരെ കണ്ടവിടെ പത്നിയെ കണ്ടില്ല, പക്ഷേ അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എന്ന് ഒരു കുശല പ്രശ്നമൊക്കെ ചോദിച്ചു.
ന തഥൈതദർഹി രോചന്തെ ന തഥൈതദർഹി രോചന്തെ ന തഥൈതദർഹി രോചന്തെ ഗൃഹേഷു ഗൃഹസമ്പദഃ യദി ന സ്യാദ് ഗൃഹേ മാതാ പത്നി വാ പതിദേവതാം ന തഥൈതദർഹി രോചന്തെ ഗൃഹേഷു ഗൃഹസമ്പദഃ യദി ന സ്യാദ് ഗൃഹേ മാതാ പത്നി വാ പതിദേവതാം. ആ ഗൃഹത്തിലെ അമ്മയോ അതുപോലെ തന്നെ പതിവ്രതയായ പത്നിയോ ഇല്ലെങ്കിൽ പിന്നെ അവിടുത്തെ സമ്പത്തുകൾ, അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ എന്തൊക്കെ നല്ലതുണ്ടോ അതെല്ലാം പഴയതുപോലെ നമുക്ക് ഇഷ്ടം തോന്നുകയില്ല. എന്തെന്നാൽ ചക്രമില്ലാതെ തേരിൽ ഏത് വിവേകിയാണ് ദീനനായി ഇരിക്കുക? ചക്രമില്ല. ആ വീട്ടിൽ വളരെ 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 പണ്ട് എഴുതി വെച്ച ഒരു കാര്യം, അത് എല്ലാ പുരുഷന്മാരോടും ചോദിച്ചാൽ മനസ്സിലാകും. ഒരു ഭാര്യയോ അമ്മയോ ഇല്ലാത്ത വീട്ടിൽ എങ്ങനെയായിരിക്കും ആ വീടെന്ന്? ചക്രമില്ലാത്ത രഥം പോലെ ആയിരിക്കുമെന്ന് മനസ്സിലായല്ലോ. നദൈർഹി ന തഥൈതദർഹി രോചന്തെ ഗൃഹേഷു ഗൃഹസമ്പദഃ യദി ന സ്യാദ് ഗൃഹേ മാതാ പത്നി വാ പതിദേവത വ്യംഗേ രഥ ഇവ പ്രാജ്ഞ കോ നാമാസീത ദീനവത. ആ ലൈനും കൂടെ ചേർത്ത് വായിച്ചാൽ ഈ രഥത്തിൻ്റെ കാര്യം വരുള്ളൂ. വ്യംഗേ രഥ ഇവ പ്രാജ്ഞ കോ നാമാസീത ദീനവത. ആ ദീനനെ പോലെ ഇങ്ങനെ ദീനനായി ഇരിക്കുക. ചക്രമില്ലാത്ത തേരിൽ ആരായിരിക്കുന്നത്? ചക്രമില്ലാത്ത തേരിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഉരുണ്ട് പോവുകയില്ല എന്ത് ചെയ്താലും. അപ്പോൾ അതിനകത്ത് ഇറങ്ങി നടക്കേ രക്ഷയുള്ളൂ എന്നാണ്. ഒരു ഭാര്യയോ അമ്മയോ ഇല്ലാത്ത ഒരു വീട്ടിൽ ചെന്നാൽ അതിൻ്റെ മാതാ പത്നി വാ പതിദേവത അതൊന്നും ഇല്ലാത്ത ഒരു വീട്ടിൽ പതിക്കെന്താ ഒരു കാര്യവുമില്ല, ഒരു സന്തോഷവുമില്ല. ക്വ വർത്തതേ സാലലന മജ്ജന്തം വ്യസനാർണവേ യാ മാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തി പദേ പദേ. ക്വ വർത്തതേ സാലലന മജ്ജന്തം വ്യസനാർണവേ യാ മാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തി പദേ പദേ. വിവേകം ജ്വലിപ്പിച്ചുകൊണ്ട് ആ വ്യസന സമുദ്രത്തിൽ ആണ്ട് കിടക്കുന്ന എന്നെ ഓരോ ഘട്ടത്തിലും ഉദ്ധരിക്കുന്ന ആ സുന്ദരി ഇപ്പോൾ എവിടെയാണ്? എന്നെ ആ വ്യസനത്തിൽ ദുഃഖിച്ച് കിടക്കുന്ന എന്നെ എപ്പോഴും ഇതാക്കി ഉദ്ധരിക്കുന്ന അവൾ ഇപ്പോൾ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. രാമാ ഊചു, രാമാ കണ്ടോ, രാമാ ഊചു. ആ സുന്ദരികളായ സ്ത്രീകൾ പറഞ്ഞു, നരനാഥ ന ജാനീമം ത്വത് ജ്ഞാനീമ നരനാഥ ന ജാനീമഹ ത്വത്പ്രിയാ യദ് വ്യവസ്യതി. നരനാഥ ന ജാനീമഹ, അവിടെ നിർത്തുക. ത്വത്പ്രിയാ യദ് വ്യവസ്യതി ഭൂതലേ നിരവസ്താരേ ശയാനം പശ്യ ശത്രുഘൻ. അല്ലയോ രാജാവേ, ആ സ്ത്രീകൾ പറയുക, അങ്ങയുടെ പത്നി എന്തു തീരുമാനിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ശത്രുനാശക, ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുന്നവനല്ലേ രാജാവേ, വീരനല്ലേ അങ്ങ് ഒന്നും വിരിക്കാതെ, വെറും ഒന്നും നിലത്തൊന്നും വിരിക്കാതെ, ശയനസ്ഥലത്ത് ഒന്നും പായോ തുണിയോ ഒന്നും വിരിക്കാതെ വെറും നിലത്ത് എന്ന് പറയുന്നത്, നിലത്ത് കിടക്കുന്ന അവരെ നോക്കുക. അപ്പോൾ നാരദർ പറയുക പ്രാചീന ബർഹിസിനോട്, പുരഞ്ജന സ്വമഹിഷീം നിരീക്ഷ്യാവധുതാം ഭുവി യത്സംഗോന്മഥിതജ്ഞാനോ വൈക്ലഭ്യം പരമം യയൗ. പുരഞ്ജന സ്വമഹിഷീം നിരീക്ഷ്യൗ അധുതാം ഭുവി തത്സംഗോന്മഥിതജ്ഞാനോ വൈക്ലഭ്യം പരമം യയൗ. ആ ശരീരത്തെ തീരെ ഒട്ടും ശ്രദ്ധിക്കാതെ വകവയ്ക്കാതെ വെറും നിലത്ത് കിടക്കുന്ന തൻ്റെ പത്നിയെ കണ്ടിട്ട് ആ പുരഞ്ജനൻ തൻ്റെ എല്ലാ ബോധം നഷ്ടപ്പെട്ട് ഏറെ ദുഃഖമുണ്ടായി. സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാചാ ഹൃദയേന വിദൂയത പ്രേയസ്യാ സ്നേഹസംരംഭ ലിംഗമാത്മനി നാഭ്യഗാത. സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാചാ ഹൃദയേന വിദൂയത പ്രേയസ്യാ സ്നേഹസംരംഭ ലിംഗമാത്മനി നാഭ്യഗാത. അദ്ദേഹം എങ്ങനെയാണ് വളരെ
ദുഃഖിത ആയ ഹൃദയത്തോടു കൂടി വളരെ സ്നേഹപൂർവം അവളെ ആശ്വസിപ്പിച്ച് എന്താണ് ഈ പ്രണയകലഹത്തിൻ്റെ സൂചകമായ അനിഷ്ടപ്രവൃത്തി കാര്യമാക്കിയില്ല, അതൊന്നും ഓർത്തില്ല. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു, അതാണ് ചെയ്തത്. അനുനിന്യേധ ശനകൈർവീരോനുനയകോവിദഃ. അനുനിന്യേധ ശനകൈർ, അവിടെ നിർത്തണേ. വീരോനുനയകോവിദഃ പസ്പർശ പാദുയുഗളം ആഹ ചോത്സംഗലാളിതാം. പസ്പർശ പാദയുഗളം ആഹ, യുഗളം വരെ വായിക്കുക. പസ്പർശ പാദയുഗളം ആഹ ചോത്സംഗലാളിതാം. വളരെ അനുനയിപ്പിക്കുവാൻ വേണ്ടി ആശ്വസിപ്പിക്കുന്നതിൽ സമർത്ഥനായ ആ പുരഞ്ജനൻ അവളെ വളരെ പതുക്കെ സാന്ത്വനിപ്പിച്ചു. എന്നിട്ട് കാല് പിടിച്ച് മടിയിൽ വെച്ച് ലാളിച്ച് അവളോട് ഇങ്ങനെ പറയുകയും ചെയ്തു. അത്രയ്ക്ക് താഴ്ന്നു കൊടുക്കുന്നു ആ പുരഞ്ജനൻ ഈ പത്നിയുടെ മുമ്പിൽ. പുരഞ്ജന ഉവാച, പുരഞ്ജനൻ എന്താ പറഞ്ഞെന്ന് നാരദര് പ്രാചീന ബർഹിസിനോട് പറയുക. നൂനം ത്വകൃത പുണ്യാസ്തേ ഭൃത്യായേഷ്വീശ്വരാശുഭേ കൃതാഗ സ്വാത്മസാത് കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. നൂനം ത്വകൃത പുണ്യാസ്തേ ഭൃത്യായേഷീശ്വരാശുഭേ കൃതാഗ സ്വാത്മസാത് കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. അല്ലയോ ശുഭേ, സ്വാമിമാരെ സ്വന്തം എന്ന് കരുതി കുറ്റം ചെയ്യുന്ന ഭൃത്യന്മാരെ ശിക്ഷിക്കാതിരിക്കുകയാണെന്നതിൽ സംശയമില്ല എന്നൊരു കാര്യം പറഞ്ഞു വെച്ചു. പരമോനുഗ്രഹോ ദണ്ഡോ ഭൃത്യേഷു പ്രഭുണാർപ്പിതഃ ബാലോ നവേദ തത്തന്വേ ബന്ധുകൃത്യമമർഷണ. പരമോനുഗ്രഹോ ദണ്ഡോ ഭൃത്യേഷു പ്രഭുണാർപ്പിതഃ ബാലോ നവേദ തത്തന്വേ ബന്ധുകൃത്യമമർഷണ. യജമാനൻ ഭൃത്യനിൽ സ്നേഹപൂർവ്വം ചെയ്യുന്ന ശിക്ഷ എന്താ വലിയൊരു അനുഗ്രഹമാണ്. സ്നേഹപൂർവ്വം ചെയ്യുന്ന ശിക്ഷ, അയാളെ ദ്രോഹിക്കാനായിരിക്കില്ല, അയാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. കോപിച്ച ആ അജ്ഞൻ ബന്ധുക്കൾ ചെയ്യേണ്ട അനുഗ്രഹമാണ് ശിക്ഷ എന്നറിയുന്നില്ല. അവനോ ഈ ശിക്ഷ അനുഗ്രഹമാണെന്ന് അറിയുന്നുമില്ല. പരമോനുഗ്രഹോ ദണ്ഡോ ഭൃത്യേഷു പ്രഭുണാർപ്പിതഃ ബാലോ നവേദ തത്തന്വേ ബന്ധുകൃത്യമമർഷണ. സാത്വം മുഖം സുദതി ശുഭ്രനുരാഗഭാര വ്രീഡാവിളംബ വിലസദ്ഹസിതാവലോകം. വിലസത് ഹസിതാവലോകമാണ് ധ വന്നത് അവിടെ കേട്ടോ. വ്രീഡാവിളംബ വിലസത് ഹസിതാവലോകം നീലാളകാളിഭിരുപസ്കൃതമുന്നസം നഃ സ്വാനാം പ്രദർശയ മനസ്വിനി വൽഗുവാക്യം. നല്ലൊരു ശ്ലോകമാണ്. സാത്വം മുഖം സുദതി ശുഭ്രനുരാഗഭാര വ്രീഡാവിളംബ വിലസദ്ഹസിതാവലോകം നീലാളകാളിഭിരുപസ്കൃതമുന്നസം നഃ സ്വാനാം പ്രദർശയ മനസ്വിനി വൽഗുവാക്യം. ശുഭ്രു, സുദതി, മനസ്വിനി, മനോഹരങ്ങളായ പുരികങ്ങളും, അവളെ അങ്ങ് വിളിക്കുക, ദന്തങ്ങളും ചേർന്നവളാണ്. ധീരതയുമായ അല്ലയോ നീ അനുരാഗത്താലുള്ള ലജ്ജയാൽ വളരെ മധുരമായി പുഞ്ചിരി ചേർന്നതും നല്ല ഉയർന്ന നാസികയാൽ അലങ്കൃതവും. അവളുടെ സൗന്ദര്യം വർണ്ണിക്കുക. മനോഹരമായ വാക്കുകൾ ഒഴുകി വരുന്നതായ മുഖവും സ്വന്തമായ എനിക്ക് കാട്ടിത്തരിക, എന്നെ കാണിച്ചു തരിക. ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാനാണ് പറഞ്ഞത്. തസ്മിൻ ദധേ ദമമഹം തസ്മിൻ ദധേ ദമമഹം തവ വീരപത്നി യോന്യത്ര ഭോസുരകുലാത് കൃതകിൽബിഷസ്തം പശ്യേന വീതഭയമുന്മുദിതം ത്രിലോക്യാമന്യത്ര വൈ മുരരിപോരിതരത്ര ദാസാത്. അത് വായിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. തസ്മിൻ ദധേ ദമമഹം തവ വീരപത്നി, പത്നി നീട്ടില്ല, വീരപത്നി യോന്യത്ര ഭോസുരകുലാത് കൃതകിൽബിഷസ്തം പശ്യേന വീതഭയമുന്മുദിതം ത്രിലോക്യാം നാക്ക. പിന്നെ അന്യത്ര വൈ മുരരിപോരിതരത്ര ദാസാത്. അല്ലയോ വീരപത്നി, ബ്രഹ്മകുലത്തെയും
ഈ ഭക്തന്മാരെയും എല്ലാം ഒഴിച്ച് ഭഗവതിക്ക് ആര് അപരാധം ചെയ്തിട്ടുണ്ട്, അവർ ഈ പറഞ്ഞവരെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആരാണോ അപരാധം ചെയ്തിട്ടുണ്ട് അവൻ ആരായാലും ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. കൊണ്ട് ദശരഥൻ കൈകേയിയോട് പറഞ്ഞ പോലെ അവൻ ആരായാലും ശിക്ഷിക്കും ഞാൻ. അവനെ ത്രൈലോക്യത്തിൻ്റെ അകത്തോ പുറത്തോ എവിടെയായാലും നിർഭയനായും സന്തുഷ്ടനായും കാണാനിട വരികയില്ല. അവന് പേടിച്ച അരണ്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ അവന് പിന്നെ സന്തോഷമില്ലാതെ ആക്കും ഞാൻ അവനെ. ത്രൈലോക്യത്തിൽ ശിക്ഷിക്കുകയും ചെയ്യും. അവനെ ത്രൈലോക്യത്തിൻ്റെ അകത്തോ പുറത്തോ എവിടെയായിരുന്നാലും നിർഭയനായിട്ടും സന്തുഷ്ടനായിട്ടും അവന് നിർഭയനാകാനും പറ്റില്ല, സന്തുഷ്ടനാകാനും പറ്റില്ല. കാരണം എന്നാൽ അവനെ ഭയചകിതനാക്കും ഞാൻ, അവനെ അസന്തുഷ്ടനാക്കും, അവനൊരു സന്തോഷമില്ലാത്തവനാക്കി തീർക്കും ഞാൻ. നിൻ്റെ എതിരാളിയെ, നിനക്ക് ദുഃഖം തന്നവനെ, നിൻ്റെ ശത്രുവിനെ എന്നങ്ങ് പറയുക. വക്രം നേ വിതിലകം മലിനം വിഹർഷം സംരംഭ ഭീമം അവിമൃഷ്ടമപേതരാഗം പശ്യേ സ്തനാവപി ശുചോപഹതൗ സുജാതൗ ബിംബാധരം വിഗത കുങ്കുമ പങ്കരാഗം. സുന്ദര പദങ്ങൾ കൊണ്ടുള്ള ഒരു കസർത്താണത് കേട്ടോ ആ ശ്ലോകങ്ങളൊക്കെ. വക്രം നേ വിതിലകം മലിനം വിഹർഷം സംരംഭ ഭീമമവിമൃഷ്ടമപേതരാഗം പശ്യേ സ്തനാവപി ശുചോപഹതൗ സുജാതൗ ബിംബാധരം വിഗത കുങ്കുമ പങ്കരാഗം. എല്ലായിടത്തും അത് അനുസ്വാരം കൊണ്ട് നിർത്തിയിരിക്കുക. എന്ന് നല്ലൊരു വായിക്കാനൊരു ഇമ്പമുള്ള ഒരു ശ്ലോകങ്ങൾ അതെല്ലാം ഈ പറഞ്ഞ മുമ്പ്. ഇതിനു മുൻപ് നിൻ്റെ മുഖം ഇങ്ങനെ തിലകമണിയാതെയോ മലിനമായും അസന്തുഷ്ടമായും ഇതുപോലെ തന്നെ കോപം കൊണ്ട് ഭയങ്കരമായും ഒരു ശോഭയില്ലാത്തതായും ഒന്നും അതുപോലെ തന്നെ അശ്രുക്കളാൽ പീഡിതങ്ങളായും ബിംബഫലതുല്യ നല്ല സുന്ദരമായ അധരത്തെ കുങ്കുമതുല്യമായ താമ്പൂലവർണ്ണത്തോട് കൂടാതെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഓരോ അംഗങ്ങളെക്കുറിച്ചും ഇതുപോലെയൊന്നും ഈ അംഗങ്ങളായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എന്താ ഇത്ര വികൃതമായത് നിൻ്റെ അംഗങ്ങൾ, അതായത് മുഖത്തെ ഓരോന്നിനെക്കുറിച്ച് വർണ്ണിക്കുക, അവളുടെ സൗന്ദര്യപൂർണമായ. തന്മേ പ്രസീദ സുഹൃദകൃതകിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാദേവരം വശഗതം കുസുമാസ്ത്രവേഗ പൗസ്നം വിസ്രസ്ത പൗസ്നം ഉശതി ന ഭജേത കൃത്യേ തന്മേ പ്രസീദ സുഹൃദകൃതകിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാദേവരം വശഗതം കുസുമാസ്ത്രവേഗ വിസ്രസ്തപൗസ്നം ഉശതി ന ഭജേത കൃത്യേ. അതിനാൽ നിൻ്റെ സുഹൃത്തും യഥേഷ്ടം നായാട്ടിന് പോയി അപരാധം ചെയ്തവനാണെങ്കിലും ഇപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നതായ എൻ്റെ നേരെ പ്രസാദിക്കുക. ഞാനൊക്കെ തെറ്റ് ചെയ്തു പോയി ക്ഷമ ചോദിക്കുക, എന്നിൽ പ്രസാദിക്കുക, എൻ്റെ നേരെ നീ ഒന്ന് പ്രസാദിക്കുക. കാമിക്കുന്ന ഏതൊരു സ്ത്രീയാണ് കാമാവേശത്താൽ പൗരുഷമെല്ലാം നഷ്ടപ്പെട്ട് തനിക്ക് അടിമയായിത്തീർന്ന കാന്തനെ ഇങ്ങനെ നിഗൂഢതയിൽ ഭജിക്കാതിരിക്കുക. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങനെയാണ് അവർക്ക് നിന്നെ ഇത്രയുമേറെ സ്നേഹിക്കുന്ന കാമാതുരനായ എന്നെപ്പോലെയുള്ള ഏതു പുരുഷനെയാണ് ഒരു സ്ത്രീ ത്യജിക്കുക, വേണ്ടെന്ന് പറയുക. അത്രയേ ഉള്ളൂ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ ഷഡ്വിംശതിതമോऽധ്യായः. ഹരി ഓം.